തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് എഡിജിപി എം.ആർ. അജിത് കുമാർ ഉടൻ ഡിജിപി ഷെയ്ഖ് ദർവിഷ് സാഹിബിന് കൈമാറും. ഒരാഴ്ചയ്ക്കകം നൽകേണ്ട റിപ്പോർട്ടാണ് 5 മാസത്തിനു ശേഷം കൈമാറുന്നത്. തൃശൂർ പൂരം കലക്കാൻ ചിലർ ഇടപെട്ടതായി ആരോപണമുയർന്നിരുന്നു. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട 4 പരാതികൾ മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിച്ചിരുന്നു. ഇത് പിന്നീട് ഡിജിപിക്ക് കൈമാറി. പരാതിയിന്മേൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ എഡിജിപി എം.ആർ. അജിത് കുമാറിന് ഡിജിപി നിർദ്ദേശം നൽകുകയായിരുന്നു. ഈ റിപ്പോർട്ടാണ് ഇന്ന് ഡിജിപിക്ക് കൈമാറുന്നത്. എം.ആർ. അജിത് കുമാർ തൃശൂരിലുള്ളപ്പോഴായിരുന്നു പൂരം അലങ്കോലപ്പെടുന്നത്. തൃശൂർ പൂരം അലങ്കോലപ്പെടാനുള്ള കാരണം ചൂണ്ടിക്കാട്ടി തൃശൂർ കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിനെ സ്ഥലം മാറ്റി. പൂർണ്ണ ഉത്തരവാദിത്തം കമ്മീഷണറെ മാത്രം ഒതുക്കിയോ എന്ന കാര്യം റിപ്പോർട്ട് പുറത്തുവന്നാൽ മാത്രമേ അറിയൂ. അതിനിടെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നില്ലെന്ന വിവരാവകാശ മറുപടിയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും NRI സെൽ ഡിവൈഎസ്പിയുമായ MS സന്തോഷിനെതിരെയാണ് നടപടി. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ എന്നായിരുന്നു വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യം. അതിൽ അന്വേഷണം നടക്കുന്നില്ല എന്നായിരുന്നു മറുപടി. എന്നാൽ ഈ അവസരത്തിൽ ADGP തലത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഈ വിവരം മറച്ചുവെച്ചതിനാണ് നടപടി.